ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആന്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം. സിനിമ കണ്ടാർന്നോ പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. എന്തോ അത് ഇത്രയും വലിയ ഒരു പടം, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ള ഒരു പടം, പാൻ ഇന്ത്യൻ പടം. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല. ഇതിനകത്ത് ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് താൻ പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ച് പറഞ്ഞത് ശരിയായില്ല. ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാർ. ഒരു കലാകാരന്മാര് വളരാൻ വിടില്ലല്ലോ. എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ. ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി. ഒരു കൈവതം നാറ്റിക്കരുത്. ലൂസിഫറിലെ കുഴപ്പമില്ല, ഇങ്ങനെ കൈപൊന്തിച്ച് കാണിക്കുന്നു, കുഴപ്പമില്ല. ഇത് ഇരുന്ന് ഡയലോഗ് പറയും സീരിയസ് ആയിട്ട്. ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. എന്തോ അധികം പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്നിട്ട്? തോന്നിവാസം അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ? ഞാനിതൊക്കെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ റാവുത്തർ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചത്? സീരിയസ്ലി പറയിപ്പിച്ചത്. ഒരു വലിയ അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത്